ഗൈസ്, ഈ ട്രേഡിംഗിൽ 90% ആൾക്കാരും ലോസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, എൻ്റെ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരാളും സ്ട്രാറ്റജി കാരണം കൊണ്ടോ റിസ്ക് മാനേജ്മെന്റോ ഒന്നും കൊണ്ടല്ല ലോസ് ഉണ്ടാക്കുന്നത്. അവരെടുക്കുന്ന സ്ട്രാറ്റജിയിലുള്ള എൻട്രി കൺഫർമേഷൻസ് പ്രോപ്പർ ആയിട്ട് നോക്കാത്തതുകൊണ്ടാണ് അവർക്ക് ലോസ് ഉണ്ടാകുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങൾ എത്ര എൻട്രി കൺഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ആ ഒരു എൻട്രി കൺഫർമേഷൻസ് പ്രോപ്പർ ആയിട്ട് നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, ലോസ് ഉണ്ടായി. അപ്പൊ ലോസ് ഉണ്ടാക്കുമ്പോൾ എന്താണ്, ആ സ്ട്രാറ്റജി വർക്ക് ആവുന്നില്ല എന്നാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നെ. അപ്പൊ നിങ്ങൾ പിന്നെ സ്ട്രാറ്റജി മാറ്റും, പിന്നെ നിങ്ങൾ എൻട്രി കൺഫർമേഷൻസ് പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, പിന്നെ അത് ലോസ് ആവും, പിന്നെ നിങ്ങൾ സ്ട്രാറ്റജി മാറ്റും. ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലാണ്ട് സ്ട്രാറ്റജിയുടെ അല്ല പ്രോബ്ലം. ഇത് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു 5-6 വർഷത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് എൻട്രി കൺഫർമേഷൻസ്, ഏതാ മൾട്ടിപ്പിൾ എൻട്രി കൺഫർമേഷൻസ് ഉണ്ട്, അഗ്രസീവ് ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് എൻട്രി കൺഫർമേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ട്രേഡിംഗിൽ ഇപ്പൊ ICT ആയിക്കോട്ടെ, SMC ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് എൻട്രി കൺഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ട്രേഡിംഗിൽ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് എൻട്രി മോഡലാണ്. അതിലൊന്നാണ് അഗ്രസീവ് എൻട്രി മോഡൽ, അതുപോലെ രണ്ടാമത്തെയാണ് കൺഫർമേഷൻ എൻട്രി മോഡൽ. ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ അഗ്രസീവ് എൻട്രി മോഡലിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഞാൻ പറയാം. അപ്പോൾ അഗ്രസീവ് എൻട്രി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഒരു ഏരിയയിലോട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുത്ത് വെച്ചേക്കുക. അതായത് ലിമിറ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു, യാതൊരുവിധ കൺഫർമേഷൻസും നോക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നതാണ് ഈ ഒരു അഗ്രസീവ് എൻട്രി മോഡൽ. ഞാൻ കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോ നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ഫാൾ ആയിട്ടുണ്ട്. ഇതൊരു ഗോൾഡിന്റെ ഒരു 4 ടൈം ഫ്രെയിം ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് എത്തിയതിനു ശേഷം ഇവിടെ നല്ലൊരു അഗ്രസീവ് ഫാള് നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ലൊരു ഓർഡേഴ്സ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ആവും. അപ്പോൾ എല്ലാ ടൈപ്പ് ട്രേഡേഴ്സിനുള്ള കാര്യം ഞാൻ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പ്രൈസ് എത്തുമ്പോൾ തന്നെ, അതായത് എത്തുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കുക. അതായത് നേരത്തെ ഒരു ലിമിറ്റോട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുക. ഓക്കെ, ആൻഡ് ഇതിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ മേളിൽ വെക്കാം. ടാർഗറ്റ് നമുക്ക് താഴെ വരെ നോക്കാം. ഇതൊരു അഗ്രസീവ് എൻട്രി മോഡലിന്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ ഒരു സപ്പോർട്ടിലോട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോട്ടോ പ്രൈസ് എത്തുവാണ്. അതായത് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 2-3 തവണ പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് മൂന്നാമത്തെ പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ, അതായത് പ്രൈസ് അവിടെ ടാപ്പ് ചെയ്തില്ല, ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഒരു ലിമിറ്റ് ഓട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നു. അതിന്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിൽ വെക്കുന്നു. ടാർഗറ്റ് നമ്മൾ താഴെ വരെ വെക്കുന്നു. ഇത് നമ്മുടെ അഗ്രസീവിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അതല്ല, ട്രെൻഡ് ലൈനിൽ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നല്ലൊരു ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2-3 തവണ സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ പറ്റും. നോക്കുക, 1, 2, 3. അതിന്റെ 4-മത്തെ തവണ സപ്പോർട്ട് എടുക്കാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് എത്തുമ്പോഴത്തേക്കും റിജക്ഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ അവിടെ ഒരു എൻട്രി നിങ്ങളവിടെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നു. ആൻഡ് പ്രൈസ് അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എൻട്രി ട്രിഗർ ആകുന്നു. സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന്റെ താഴെ വെക്കാം. ടാർഗറ്റ് 1:2 നോക്കാം. അപ്പോൾ ഇതൊരു എൻട്രി മോഡൽ. ആൻഡ് ഇനി അതല്ല, ഇതിൽ ലിക്വിഡിറ്റി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇത് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. അവിടെ നല്ലൊരു ലിക്വിഡിറ്റി ഉള്ള ഏരിയ നമുക്കറിയാം, കാരണം ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് ഫാൾ ആയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നല്ലൊരു ഇംബാലൻസ് ആണ് പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ അതിന്റെ ഓപ്പണിംഗിൽ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഓപ്പണിംഗിൽ തന്നെ ഒരു എൻട്രി എടുത്ത് വെച്ചേക്കുന്നു, ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചേക്കും. അതിന്റെ സ്റ്റോപ്പ് ലോസിന്റെ മേളിൽ വെക്കും. ടാർഗറ്റ് ഒരു 1:2 നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി മോഡൽസ്. നിങ്ങൾ ഈ കാണുന്ന ഈ ട്രേഡ്സെ കാണുമ്പോൾ അയ്യോ, എനിക്ക് ഇത്ര റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുമെന്നോ, അഗ്രസീവ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യത്തില്ലേ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. പക്ഷെ ഇതിന്റെ ഒരു വേറൊരു വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻട്രി മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ചിന്തിച്ചു നോക്കുക, അഗ്രസീവ് വിച്ച് മീൻസ് ദർ ഇസ് നോ കൺഫർമേഷൻ ഇൻ ദിസ് ട്രേഡ്സ്. നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രേഡ് ഒക്കെ നമ്മൾ എടുത്തേക്കുന്ന ഒരു കൺഫർമേഷനും ഇല്ലാണ്ട പ്രൈസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. അതായത് നമുക്കൊരു കൺഫർമേഷൻസും ഇല്ല. മേ ബി പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അപ്സൈഡ് പോയിട്ട്
ഡൗൺ സൈഡ് പോകത്തില്ലേ, അതായത് നമ്മുടെ ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം ഡൗൺ സൈഡ് പോകത്തില്ലേ, അല്ലെങ്കിൽ പ്രൈസ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലോട്ട് പോകത്തില്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്നു എന്ന് കരുതി നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ആ ഒരു ഓർഡർ ബ്ലോക്ക് വേണമെങ്കിൽ അതൊരു ഫാൾസ് അല്ലെങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഓർഡർ ബ്ലോക്ക് ആയിക്കൂടെ, വേണമെങ്കിൽ അവിടെ വന്നിട്ട് പ്രൈസിന് വേണ്ടി അപ്സൈഡിലോട്ട് പോകാലോ. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാത്രമല്ല, ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മേ ബി പ്രൈസ് വേണ്ടി അപ്സൈഡിലോട്ട് പോയിട്ടായിരിക്കും ഡൗൺ സൈഡിലോട്ട് പോകണ്ടേ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഗ്രസീവ് എൻട്രി മോഡലിൽ നടക്കും. അപ്പൊ നമ്മളൊരു യാതൊരു കൺഫർമേഷൻസും കൂടാണ്ട് ഒരു എൻട്രി എടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. മേ ബി നിങ്ങൾ കുറച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ്, ഇങ്ങനത്തെ എൻട്രി കൺഫർമേഷൻസ് നിങ്ങൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കുഴപ്പമില്ല. നിങ്ങൾ മാർക്കറ്റ് ഫുള്ള് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കറ്റിനെ പറ്റി സ്റ്റഡി ചെയ്ത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഒരു എന്നാ ഇതുവരെ ട്രേഡിംഗിൽ സെറ്റ് ആവാതെ ഇങ്ങനെ ഒരു കൺഫർമേഷൻസ് നോക്കാണ്ട് ഒരു കൺഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അറിയത്തില്ല ഏതൊക്കെ കൺഫർമേഷൻസ് ആണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ഈ ഒരു അഗ്രസീവ് എൻട്രി മോഡൽസ് ഉണ്ടാവും. നമ്മൾ ഇതുപോലെ ട്രേഡ്സ് എടുക്കുമ്പോൾ, അഗ്രസീവ് എൻട്രി മോഡലിൽ ട്രേഡ് എടുത്തു കഴിയുമ്പോൾ ഉള്ള വളരെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? പ്രൈസ് ഈ ഒരു ഏരിയയിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസിലോട്ട് വന്നല്ലോ, ഇവിടെ പ്രൈസ് വന്നു, നേരെ നമ്മുടെ ലിമിറ്റോട് ഇട്ട് വെച്ചായിരുന്നു, അത് പ്രൈസ് കറക്റ്റ് ആയിട്ട് അത് ഫിൽ ചെയ്തു. ദെൻ നോക്കുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ 1:3 ട്രേഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല റിസ്ക്കും നല്ല റിവാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് നല്ലൊരു റിവാർഡ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു അഗ്രസീവ് എൻട്രി മോഡലിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ റിസ്ക് വളരെ ചെറുതായിരിക്കും. നോക്കുവാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ തൊട്ട് മേളിൽ നമ്മൾ റിസ്ക് വെച്ചു, പക്ഷെ നമുക്കിവിടെ ഒരു 1:3.7 ഒക്കെ നമുക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റിവാർഡ്, റിസ്ക് ആൻഡ് റിവാർഡ്. റിസ്ക് വളരെ കുറവായിരിക്കും, പക്ഷെ റിവാർഡ് വളരെ വലുതായിരിക്കും. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറാണ് നമുക്കിവിടെ കൺഫർമേഷൻസ് നോക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ കൺഫർമേഷൻസ് നോക്കുവാണെങ്കിലോ അവിടെ നമുക്ക് വരുന്ന അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നായിരിക്കും? കൺഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിവാർഡ് നമുക്ക് കുറച്ച് കുറവായിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ കുറച്ച് എൻ്റെ ഒരു ക്രൈറ്റീരിയ പ്രകാരമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കുറച്ച് കൺഫർമേഷൻസ് നോക്കിയാണ് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളൊരു നമ്മുടെ മൈൻഡിൽ ഒരു ഇത് വരും. നമുക്ക് ഫിയറോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള കൺഫർമേഷൻസ് ആണ് നോക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ ആയിട്ടുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, യൂഷ്വലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് വീണ്ടും വരുമ്പോഴത്തേക്കും നമ്മൾ അഗ്രസീവ് ആയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പൊ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കുവാണെങ്കിൽ ഒരു 2-3 തവണയോളം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാറും നമുക്കറിയാം. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് പോകുന്നു അറിയാം. ഓക്കെ, അതിന്റെ ഒരു സപ്പോർട്ട് ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു എന്ന് കരുതി നമുക്ക് ഡൗൺ സൈഡിലോട്ട് പോകണമെന്നുണ്ടോ? ഇല്ല. മേ ബി നമുക്ക് ഡൗൺ അപ്സൈഡിലോട്ട് പോവാം, അല്ലെങ്കിൽ അപ്സൈഡിൽ പോയി ലിക്വിഡിറ്റി മൊത്തം എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് പോകാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പൊ നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഇവിടെയാണ് നമ്മൾ എൻട്രി കൺഫർമേഷൻസ് നോക്കണേ. ചിലര് ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിൽ തന്നെ എൻട്രി എടുക്കും. പക്ഷേ അവർ ക്യാൻഡിൽ ക്ലോസ് ഒരു എൻട്രി എടുക്കും എന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതൊരു റീടെസ്റ്റ് ആൻഡ് റിജക്ഷൻ കിട്ടുവാണെങ്കിലോ, വിച്ച് മീൻസ് ആ ഒരു ഏരിയ വീണ്ടും ടെസ്റ്റ് ചെയ്യുക. ആ ഒരു നമ്മൾ നേരത്തെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ഒരു ഏരിയ പ്രൈസ് ബ്രേക്ക് ചെയ്തു, അത് വീണ്ടും പോയി പ്രൈസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റിജക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. വിച്ച് മീൻസ് അത് നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പ്രൈസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു റിജക്ഷനിൽ നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് കിട്ടി, നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നില്ല. നമുക്ക് നല്ല ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളൊക്കെ കിട്ടി, അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. പക്ഷെ പ്രൈസിന്റെ താഴെ ഒന്ന് കുറച്ചു നേരം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് നല്ല ഒരു ക്യാൻഡിൽ കിട്ടി, വിച്ച് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് സെല്ലേഴ്സ് ഇൻ ദാറ്റ് ഏരിയ. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് വെക്കാം. ആ ടാർഗറ്റ് ഒരു 1:2 നമുക്ക് ഇവിടെ നോക്കാം. 1:2. ഇവിടുത്തെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവാർഡ് നമുക്ക് വലിയ രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കൊരു കോൺഫിഡന്റ് ഉണ്ടായിരിക്കും ട്രേഡിങ്ങിൽ. നോക്കുവാണെങ്കിൽ 1:2 നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോ ട്രെയിൽ ചെയ്യുന്ന പ്രോഫിറ്റ് ട്രെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ട്രെയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കൺഫർമേഷൻസ് ഒന്നും നോക്കാം. അതുപോലെ
ഇനി നിങ്ങൾ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ വൺ ഡേ ക്യാൻഡിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഡേ ഹൈയിലും അതുപോലെ ഡേ ലോയിലും ആണ്, പ്രീവിയസ് ഡേ ഹൈയിലും പ്രീവിയസ് ഡേ ലോയിലും. അപ്പൊ ഞാനിവിടെ ഒരു പ്രീവിയസ് ഡേ ഹൈയും ലോയും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഈ ഒരു ലോ നമുക്കിവിടെ സ്വീപ്പ് ചെയ്തായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ജൂൺ 11 സ്വീപ്പ് ചെയ്തു. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എവിടെ എങ്ങനെ എൻട്രി കൺഫർമേഷൻ നോക്കണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡേ ലോയിൽ നമ്മൾ മാർക്ക് ചെയ്തു. then ഒരു 5 മിനിറ്റിലോട്ട് ഞാനിവിടെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ 11 അവിടെ ആ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുവാണെങ്കിൽ പ്രൈസ് 11 ഓപ്പണിംഗ് തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം ഡൗൺ സൈഡ് പോയി. ആൻഡ് ഇവിടെ സംഭവിച്ചേക്കണം എന്നാ നോക്കുവാണെങ്കിൽ പ്രൈസ് 5 മിനിറ്റിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വരിക, വിച്ച് മീൻസ് ദ ട്രെൻഡ് വാസ് ബീറിഷ്. നമ്മുടെ 5 മിനിറ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരു ബീറിഷ് ആണ്. പക്ഷേ ഈ ഒരു ലിക്വിഡിറ്റി, ഇതാണ് ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത്, ആ ഒരു ഡേ ഹൈയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് ആ ഒരു ട്രെൻഡ് നേരെ റിവേഴ്സിലായി ഒരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ. നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, വിച്ച് മീൻസ് പ്രൈസ് വാസ് ഗോയിങ് ടു ബുള്ളിഷ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയി എന്നുള്ളൊരു സൈനാണ് നമുക്ക് ഈ ഒരു 5 മിനിറ്റിൽ കാണിച്ചു തരുന്നത്. അതും കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഡേയിലെ നമ്മുടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് ഇത് തന്നെ വന്നേക്കണേ. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. ആൻഡ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ഡേയിലോടെ, ഈ ഒരു ഇന്നത്തെ ഡേയിലെ ആ ഒരു 5 മിനിറ്റിലോടെ താഴെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. ആൻഡ് ടാർഗറ്റ് നമുക്കൊരു 1:2 അല്ലെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഡേ ഹൈ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡേ ഹൈ. നോക്കുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാന്ന് പറഞ്ഞാൽ 1:3.7 3.73 അത്ര ഒരു റിവാർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു എൻട്രി കൺഫർമേഷൻസ് നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം പ്രൈസ് ഒന്ന് റീട്രേസ് ആവുക. ഈ ഒരു റീട്രേസ് ആവുന്ന ഈ ഒരു ഏരിയയിൽ, അതായത് ഈ ഒരു ലെഗിൽ നമുക്ക് എവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ ഉണ്ടെങ്കിൽ നോക്കുവാണെങ്കിൽ ഇത്രയും നല്ലൊരു പുഷ് തന്ന ഈ ഒരു ഏരിയയുടെ ലാസ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പ്രൈസ് ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുമ്പോൾ, ഇതൊരു നല്ലൊരു റിജക്ഷൻ ക്യാൻഡില, ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ആൻഡ് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് വോളിയം ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നോക്കുവാണെങ്കിൽ ഈ താഴെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു വോളിയം ഉണ്ട്. എത്രത്തോളം ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ആ ഒരു വോളിയം. അപ്പൊ ആ ഒരു വോളിയം കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കൺഫർമേഷൻസ് ആയി? നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒരു കൺഫർമേഷൻ, ആൻഡ് പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്നു. അവിടെ ഒരു ഹ്യൂജ് ഓർഡേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. വിച്ച് മീൻസ് ആ ഒരു പ്രൈസിന് അപ്സൈഡിലോട്ട് പോകാൻ ഒരു ഇന്റൻഷൻ കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് കൺഫർമേഷൻ. ആൻഡ് പ്രൈസ് ഇവിടെ നമുക്ക് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. ആ ക്യാൻഡിൽ വാസ് എ ബുള്ളിഷ് കൺഫർമേഷൻ. അത് നമുക്കൊരു മൂന്നാമത്തെ കൺഫർമേഷൻ. ആൻഡ് നമ്മളൊരു വോളിയം കൂടെ നോക്കി. ആൻഡ് മൊത്തം 4 കൺഫർമേഷൻസ് ആയി. അപ്പൊ നമുക്കിനി അപ്സൈഡിലോട്ട് ട്രേഡ് എടുക്കാൻ നമുക്കൊരു പേടി കാണത്തില്ല, അല്ലേ? നമുക്ക് ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്ന ഫിയർ ആണ്. ഫിയറും ഗ്രീഡും. ആ ഒരു ഫിയറിനെ കുറയ്ക്കാനുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു കൺഫർമേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കിവിടെ 4 കൺഫർമേഷൻസ് ആയി. ഇത് നമുക്കിവിടെ ധൈര്യമായിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തു 1:3 4 വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടാർഗറ്റ് വെക്കാം. നോക്കുകയാണെങ്കിൽ ഇവിടെ ടാർഗറ്റ് അടിച്ചായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാം. ഇത് ഞാൻ ഒരു ഡേ ഹൈയും ഡേ ലോയും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനി വേണമെങ്കിൽ വേറെ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആളാണെങ്കിൽ അതും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നോക്കുവാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യാം. കൺസോളിഡേഷൻ മീൻസ് ആ ഒരു ഏരിയയുടെ താഴെ മുകളിലായിട്ട് നമുക്ക് ഒരുപാട് ബയോഡേഴ്സും സെല്ലോഡേഴ്സും ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ പ്രൈസ് എന്ത് സംഭവിക്കും? ആ ഒരു ബയോഡേഴ്സും സെല്ലോഡേഴ്സും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡിലോട്ടോ ഡൗൺ സൈഡിലോട്ടോ പോകും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് ബൈ ചെയ്ത ഒരുപാട് ആൾക്കാരുടെ സെൽ ഓർഡേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതെല്ലാം പ്രൈസ് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ വേണമല്ലോ. ഇതൊക്കെ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത് ഞാൻ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റി മുഴുവൻ എടുത്തു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈസ് ഈ ഒരു 5 മിനിറ്റിൽ വന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത ഒരു ഡൗൺ സ്ട്രക്ചറിലാണ് പ്രൈസ് വന്ന് നോക്കുവാണെങ്കിൽ ഈ ഒരു ലോ വീണ്ടും പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഇവിടെ കിട്ടിയതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണ്? പ്രൈസ് ബുള്ളിഷ്നെസ് നമുക്ക് കാണിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. അതിന്റെ ഈ ഒരു ലോയുടെ നമ്മുടെ ഈ ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് ഒരു 1:2 വേണമെങ്കിൽ നമുക്ക് വെക്കാം. 3 നമുക്ക് വെക്കാം. ഓക്കെ, ആൻഡ് ഇനി അതല്ല, നിങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചാൽ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അവിടെ ലിക്വിഡിറ്റി തന്നെയാണ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചാൽ ട്രേഡ് എടുക്കുന്നതെങ്കിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഓക്കെ, നിങ്ങളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ച് ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ ഞാൻ നല്ലൊരു 4 ടൈം ഫ്രെയിമിൽ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്ക് ഞാനൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവാ കൺഫർമേഷൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനൊരു 5 മില്ലിലോട്ട് ഞാനിവിടെ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5 മില്ലിലെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുകയാണെങ്കിൽ പ്രൈസ് 5 മില്ലിൽ നമ്മുടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് ആദ്യം ടാപ്പായി, പക്ഷേ പ്രൈസ് പിന്നെ അവിടെ നമുക്ക് ഡൗൺ സൈഡിലോട്ട് പോയതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ നമുക്കൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്താണ് പ്രൈസ് ഇവിടെ വരുന്നത്. ആൻഡ് അതിനുശേഷം ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു ബ്രേക്ക് ആയ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ആ ഒരു ക്യാൻഡിലിന്റെ താഴെ എത്രത്തോളം വോളിയം ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. അതൊരു കൺഫർമേഷൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ആയേക്കുന്ന ഒരു സ്ട്രക്ചർ, അതായത് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയല്ലോ, ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ആ കിട്ടിയേക്കുന്ന ആ ഒരു ലെഗ് നിങ്ങൾ നോക്കുക, അതായത് ഇത്രയും നല്ലൊരു മൊമെന്റം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ആ ഒരു കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും നല്ലൊരു സെല്ലേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക്. അപ്പോൾ ആ ഒരു സെല്ലേഴ്സിനെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് വേണം നല്ലൊരു ബയേഴ്സിന്റെ ഒരു പുഷ് തരാൻ. അപ്പൊ ഇവിടെ ഫോം ആവുന്ന ക്യാൻഡിൽ സ്ട്രക്ചർ എങ്ങനെയാണ് ഫോം ആയി ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടിയേക്കണേ നിങ്ങൾ നോക്കുക. ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഫോം ആയി ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ബ്രേക്കാണ് നമുക്ക് അവിടെ കിട്ടിയേക്കണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ് ഇവിടെ നമുക്ക് ഫോളോ ചെയ്ത് നമുക്ക് ബ്രേക്ക് ചെയ്തേക്കണമെങ്കിൽ അത് നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ട്രെൻഡ് കിട്ടിയാണ് നമുക്ക് ഇവിടെ പ്രൈസ് ബ്രേക്ക് ചെയ്തേക്കണേ. അപ്പൊ അവിടെ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അതല്ല നിങ്ങളൊരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ ബേസ് ചെയ്താണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യുമ്പോഴല്ല, ഒരു സപ്ലൈയിലും ഡിമാൻഡിലും പ്രൈസ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിവിടെ നല്ലൊരു ഡിമാൻഡ് ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതിന്റെ പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു എൻട്രി കൺഫർമേഷൻസ് നോക്കുക. ഓക്കെ, പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് എത്തിയതിനു ശേഷം നമുക്ക് ഫോം അയക്കണം എന്താണ്, നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്, ഇതാണ് നമുക്ക് ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നമ്മളോട് പറയുന്നത് എന്താണ്, ഇത്രയും നേരം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സെല്ലേഴ്സ് ഇതിനെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് നല്ലൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. ആ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലൂടെ വോളിയം കൂടെ നോക്കുവാണെങ്കിലോ, ഈ ഒരു ക്യാൻഡിൽ നോക്കി, ഇതിന്റെ ക്യാൻഡിലിന് താഴെ നമുക്ക് ഹ്യൂജ് വോളിയം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് പ്രൈസ് എത്തി, അവിടെ ഒരുപാട് ബയേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി, അത് നമുക്ക് രണ്ടാമത്തെ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. നല്ലൊരു ബൈയും പ്രഷർ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് നമുക്ക് ആ ഒരു ക്യാൻഡിൽ. അതുപോലെ നമുക്ക് വോളിയം കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 3 കൺഫർമേഷൻ ആയി. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന്റെ സ്റ്റോപ്പ് ലോസിന്റെ താഴെ വെക്കാം. ആൻഡ് 1:2 വേണം നിങ്ങൾക്ക് ട്രേഡ്സ് നോക്കുവാണെങ്കിൽ ടാർജറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് കൺഫർമേഷൻസ് നോക്കാം. അതുപോലെ ഒരു സപ്ലൈ ഏരിയയിലോട്ടാണ് പ്രൈസ് എത്തുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കണമെങ്കിൽ, അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയ അവിടെയാണ് പ്രൈസ് എത്തുമ്പോൾ നിങ്ങൾ റിജക്ഷൻ നോക്കി ട്രേഡ് എടുക്കുന്നതെങ്കിൽ അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഇത് നമുക്ക് നല്ലൊരു സപ്ലൈ ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയ. ഓക്കെ, നോക്കുവാണെങ്കിൽ പ്രൈസ് ഇവിടെ ഒരുപാട് തവണ നമുക്ക് റെസിസ്റ്റൻസ് എടുത്തായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ പ്രൈസ് വീണ്ടും ഇവിടെ പ്രൈസ് റീടെസ്റ്റ് ചെയ്തു. ഓക്കെ, അവിടെയാണ് നമ്മുടെ എൻട്രി നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഒന്ന്, നിങ്ങൾ ലിക്വിഡിറ്റി ബേസ് ചെയ്താണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ മേളിൽ ഉണ്ടായിരിക്കുന്ന സെല്ലോഡേഴ്സ് എല്ലാം പ്രൈസ് ഈ ഒരു ക്യാൻഡിൽ എടുത്തായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എടുത്തതിന് ശേഷം ആ ഒരു ക്യാൻഡിൽ നിങ്ങളൊന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ. ഇറ്റ് വാസ് എ ഹൈലി ബിയറിഷ് സൈൻ. നല്ലൊരു ഹാമർ ക്യാൻഡിലാണ് കാണിച്ചു തരുന്നത്. ഒരു ഹാമർ ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ക്യാൻഡിലിനെ നിങ്ങളൊന്ന് റീഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. പ്രൈസ് ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, അതിനുശേഷം അപ്പ് സൈഡിൽ ഇത്രയും പോയി, അതിനുശേഷം ഡൗൺ സൈഡിലോട്ട് പിന്നെയും തിരിച്ചു വന്നു. വിച്ച് മീൻസ് ആ ഒരു ബയേഴ്സിന്റെ ആ ഒരു സ്ട്രെങ്ത് അവിടെ കുറഞ്ഞു. സെല്ലേഴ്സ് നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പ്രൈസിനെ ഇവിടം വരെ കൊണ്ടുപോയിട്ടും വീണ്ടും താഴോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഹാമർ ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ കൂടെ വോളിയം കൂടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു വോളിയം കിട്ടി. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കൊരു 3 കൺഫർമേഷൻ ആയി. നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ മേളിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഏരിയയുടെ മേളിൽ വെക്കാം. നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ടാർജറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഹാമർ ക്യാൻഡിൽ വെച്ച് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ കൂടെ വോളിയം നോക്കാം, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിലെ നോക്കാം, അതുപോലെ തന്നെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, ആ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത്
എന്റെ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയ സപ്പോർട്ടും റെസിസ്റ്റൻസിലും ഞാൻ ഒരുപാട് നാളെ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എങ്ങനെയാണ് പ്രൈസ് ഫോം ആവുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നല്ലൊരു സപ്ലൈ ഏരിയ ആൻഡ് ഡിമാൻഡ് ഏരിയ ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. അതായത് ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. പ്രൈസ് എപ്പോഴൊക്കെയാണോ ഒരു സപ്ലൈ ഏരിയയിലോട്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് വരുന്നത്, ഒരു ഡിമാൻഡ് ഏരിയയിലോട്ട് പ്രൈസ് വന്നു, നമുക്ക് അപ്പൊ തന്നെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റും. അപ്സൈഡിലോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു കൺസോൾട്ടേഷൻ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല, പ്രൈസ് അപ്പൊ തന്നെ അപ്സൈഡിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സപ്ലൈ ഏരിയയിലോട്ട്, അതായത് ഒരു റെസിസ്റ്റൻസിലോട്ടാണ് പ്രൈസ് വരുന്നതെങ്കിൽ നമുക്കൊരു സഡൻ ആയിട്ടുള്ള ഒരു ഡൗൺ മൊമെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതല്ല, പ്രൈസ് ഒരു ഡിമാൻഡ് ഏരിയയിൽ വന്നതിന് ശേഷം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. വിച്ച് മീൻസ് ഈ ഇത്രയും നേരം സെല്ല് ചെയ്ത ആൾക്കാര് എന്നിട്ട് ഇവിടെ ഡിമാൻഡ് ഏരിയയിൽ എത്തിയല്ലോ, ആ ഡിമാൻഡ് ഏരിയയിൽ ബയേഴ്സ് ഉണ്ട്, പക്ഷെ ആ ഒരു ബയേഴ്സിന് അപ്സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് പ്രൈസ് ഇവിടെ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം. വിച്ച് മീൻസ് ആ ഒരു സെല്ലേഴ്സിന്റെ ഒരു പ്രഷർ സ്റ്റിൽ അവിടെ ആക്റ്റീവ് ആണ്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, ഇവിടെ നമുക്ക് കൺസോൾട്ടേഷനും തന്നു, ഇത് ബ്രേക്കും ചെയ്തു, റിടെസ്റ്റും റിജക്ഷനും കിട്ടി, വോളിയം നോക്കി, അപ്പൊ നമുക്ക് അവിടെ ഒരു 3-4 കൺഫർമേഷൻ ആയി. ഓക്കെ, ഈ ഒരു സെയിം കാര്യം തന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് വരുമ്പോഴും നോക്കാം. റെസിസ്റ്റൻസിലോട്ട് പ്രൈസ് വന്നു, ദെൻ ഇവിടെ നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഏരിയനെ പ്രൈസ് പ്രോപ്പർ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നില്ല. അതായത് ആ ഒരു സെല്ലേഴ്സിന്റെ ആ ഒരു പ്രസൻസ് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു കൺസോൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാർക്കറ്റിനെ നിങ്ങൾ സ്റ്റഡി ചെയ്യുക. അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി ഇപ്പോൾ SMC ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലോസസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി കൺഫർമേഷൻസ് നോക്കണമെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഈ ചാർട്ടിൽ കുത്തിയിരുന്ന് തന്നെ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രൈസ് വന്നാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ഏതൊക്കെ രീതിയിൽ വന്നാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പൊ ഈ രീതിയിൽ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഒരു എൻട്രി കൺഫർമേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രക്ചറിന് നോക്കുക, കൺഫർമേഷൻ കൂടുതലായിട്ട് നോക്കുക, അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കുറെ അനാലിസിസിലും ഇതിലുമാണ്. അപ്പോൾ ഈ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് നോക്കി ട്രേഡ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി നോക്കാം, നിങ്ങളുടെ സെറ്റപ്പ് നോക്കാം, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ എൻട്രി കൺഫർമേഷൻസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി കൺഫർമേഷൻസ് മാത്രമായിട്ട് നോക്കാം. അതല്ല നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള മോഡിൽ തന്നെ നോക്കാം, നോക്കണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞേ. അപ്പൊ അതും നമുക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റിനെ അതിന്റെ സ്ട്രക്ചറിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും ലോങ് റണ്ണിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ലോങ് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അടുത്ത ദിവസം നിങ്ങൾ ചാർട്ട് എടുത്ത് നിങ്ങളുടെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്ട്രാറ്റജി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഏതൊക്കെ രീതിയിലാണ് എന്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് എനിക്ക് ലോസ് വന്നിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ ഒരു 10-100 തവണ അനലൈസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്താണ് എനിക്കിനി ചെയ്യേണ്ടത്, ഏത് രീതിയിൽ വരുമ്പോഴാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഇതൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേരെ. അപ്പൊ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് കാണാം.